ലോകാ സമസ്ത സുഖിനോ ഭവന്തു. എനിക്ക് കള്ളൻ തല്ലിക്കൊല്ലവനെ. കടയിൽ നിന്ന് ഒരു പ്ലേറ്റ് ബ്രെഡ് എടുത്ത് ഓടിയതാണ് അവൻ. കള്ളൻ തല്ലിക്കൊല്ലവനെ. ശരിയാണോ? എന്തിന്? എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയാ. സുഖമില്ലാതെ എടുക്കുന്ന എൻ്റെ അമ്മയ്ക്ക് വേണ്ടി. വിശപ്പ് സഹിക്കാണ്ടാ. എൻ്റെ അമ്മ കരണ്ട് കാണാൻ വയ്യായിട്ടാണ്. കള്ളൻ നോണ പറയാ. തൊട്ടുപോകരുതവനെ. ഇനി ഒരടി മുന്നോട്ട് വെച്ചാ നിന്നെ പോലുള്ള കപടമാനിമാരല്ലേ ഇവനെ പോലുള്ളവരെ കള്ളന്മാരാക്കിയേ. ബിഷപ്പിന്റെ വേദന അറിയാത്ത നരഭോജികള്. ഇനി ഇവനെതിരെ നിന്റെയൊക്കെ നാക്ക് പൊങ്ങിയ കുടുംബത്ത് കയറി പണിയും ഞാൻ. ഉണ്ണിയമ്പൂരിക്ക് കുറച്ച് ദിവസമായി സന്തോഷം കൂടുതലാ. സന്തോഷം കൂടുമ്പോ അസുഖം തുടങ്ങുകയാണ് സാരം. ആരാപ്പി വരുന്നേ? നമ്മുടെ ആസ്ഥാന ഭണ്ഡാരിയല്ലേ. എന്ത് നല്ല മനുഷ്യനാ ഈ രാമൻ നായർ. ഇനിയിപ്പോ ബലിത്തറ ആദ്യം ശുദ്ധീകരിക്കണം. അതെന്താ തിരുമേനി? ഈ രാമൻ നായരും സംഘവും ഛർദിച്ചു കൂട്ടിയിട്ടുണ്ടാവും ബലിത്തറയില്. അതെ, ആരോടും പറയണ്ടട്ടോ. അതങ്ങനെ പറ്റിപ്പോയതാണ്. അറിയണ്ടവരൊക്കെ അറിഞ്ഞു, അദ്ദേഹം അറിഞ്ഞു. നായരുടെ ചിട്ട് എപ്പോ കീറുന്നെന്ന് നോക്കിയിരുന്നാ മതി. എന്തായാലും ആള് മരത്തേക്ക് വരേണ്ട സമയമായി. നായർ പടിഞ്ഞാറ്റ് വഴിക്കാണ്ട് പോയിക്കോളാം, അതാവും നല്ലത്. എനിക്കറിയാം ഞാൻ തന്നെ ചെയ്യുള്ളൂന്ന്. എന്താ അങ്ങനെയല്ലേ? മറ്റാര് ചെയ്താലും വെട്ടിപ്പാവില്ല. അടയ്ക്കാൻ മോരി പോവില്ലാന്ന് സാരം. എന്താ അങ്ങനെയല്ലെന്നുണ്ടോ? എന്താ വേറെ പണിയൊന്നുമില്ലേ തിരുമേനിക്ക്? പാടത്തും പറമ്പിലൊന്നായിട്ട്. എന്താ ഇതൊരു പണിയല്ലേ? ഇതൊരു പണി തന്നെയാ. ഒരു തരം ശുദ്ധികലശം. ഈ പുറത്തെ കേടൊക്കെ മാറ്റി അകത്തെ നല്ലതെടുക്കാച്ചാ. അതത്ര എളുപ്പല്ല. ചൊറിഞ്ഞിട്ട് വയ്യ. പുറം വല്ലാത്ത ചൊറിച്ചില്. ഓ എന്താപ്പണ്ടായേ? തോലങ്ങട് പോയി അകത്ത ചോരങ്ങട് കണ്ടു എന്നാ തോന്നണ. ഞാനും ഇരിക്കുക കസാരയിൽ. ഞാനും വെട്ടിക്കും അടയ്ക്ക. ശിവ ശിവ നറുക്ക് വീണാ മതി. ഹേയ്, കാവക്കാരന് ഒരു പണിയില്ല, അങ്ങനെ ഇരിക്കുക തന്നെ. ഇടയ്ക്കൊക്കെ അടിച്ചവരൊക്കെ ചെയ്യാട്ടോ, അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യല്ലേ. എന്നും ഇങ്ങനെ ഉണ്ണ ശപ്പാട് ബഹുകേമം. ശിവ ശിവ. പല പല കാഴ്ചകളുണ്ടല്ലോ പുറത്ത്. ഒരു കുറിയുടെ ചീട്ട് ഇങ്ങോട്ട് തരുമോ? സമ്മാനം അടിച്ച പണം അങ്ങോട്ട് തരും. എങ്ങനെയുണ്ട് ബുദ്ധി? നല്ല ബുദ്ധി.
ഒരു ബുദ്ധി കൂടിയാണ്ട് പറഞ്ഞാലോ? എന്താണാവോ ആ ബുദ്ധി? മണി അടിക്കുന്ന കോലും കിട്ട് തരാച്ച ഞാൻ അടിച്ചോളാം മണി. എന്താ എന്താ മെന്നെ മറ്റുള്ളവരുടെ കൂടെ പോയി പണിയെടുക്കാൻ പറയൂ ഉണ്ണിയോട്. ആ കേശു കുറച്ച് അങ്ങോട്ട് നീക്കി ഇട്ടോളൂ. ആ ആ മുട്ടക്കന്മാരാണല്ലോ പണിയൊക്കെ എടുക്കണ്ട്. ആ ഭദ്ര അങ്ങോട്ട് നോക്കുക. വരുന്ന ആള് എന്ത് നല്ല ദാണക്കാരൻ. പക്ഷെ ഉണ്ണണമെങ്കിൽ കുറച്ച് ഉപ്പും മുളകും കയ്യിൽ കരുതണമെന്നേ ഉള്ളൂ. അടുത്ത തവണ ബാപ്പുട്ടി വരുമ്പോ നെല്ലുവായി വര കയ്യിന്ന് നല്ല കടുമാ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ട്. നന്നായിരിക്കും. തൊട്ട് നക്കാലോ. ആവാം ആവാം. അച്ഛാ, നമ്മൾ അച്ഛമ്മയും കൂട്ടി എങ്ങോട്ടാ പോകുന്നേ? എപ്പോഴും പോകുമ്പോ നമ്മൾ അമ്മയും കൊണ്ടുപോവല്ലോ. ഇപ്പോഴെന്താ അമ്മയെ കൊണ്ടുപോകാത്തേ? ഒപ്പിടുതള്ളേ. മര്യാദയ്ക്ക് പറഞ്ഞത് കേട്ടില്ലെങ്കിൽ കൈ ഞാൻ തിരിച്ചു പൊട്ടിക്കും. ഒപ്പിടാനല്ലേ പറഞ്ഞത്? ഞാൻ വിചാരിച്ചില്ല. കൊല്ലും ഞാൻ. എന്നോടാണോ കളി? തള്ളേ. എന്താ വേദനിച്ചോ? ഏയ്, ഭദ്രനതൊക്കെ ഒരു ഭാരമാവണില്ലേ? ഇവിടെയുള്ള എല്ലാവരും ശുശ്രൂഷ ഇങ്ങനെ കഴിയാം. ഇതൊക്കെ ഒരു ഭാഗ്യമായിട്ടേ കരുതിയിട്ടുള്ളൂ. ഇതൊക്കെ ഒരു ഭാഗ്യാണോ? അങ്ങനെ കരുതിയിട്ടുള്ളൂ. അതിനും ഒരു ഭാഗ്യം വേണ്ടേ? ഇവിടെ വന്ന് പെട്ടില്ലായിരുന്നെങ്കിൽ ഏതോ ഒരു തെരുവിൽ എന്താകുമെന്ന് ഓർക്കാൻ പോലും പറ്റുന്നില്ല. ഭദ്രൻ എപ്പോഴെങ്കിലും ദൈവത്തെ പഴിചാരിയിട്ടുണ്ടോ? മനസ്സിലെങ്കിലും? ഇല്ല, അതായിരുന്നു അവരുടെ വിധി. ഒരിക്കൽ സർവശക്തനോട് ചോദിക്കണമെന്നുണ്ടായിരുന്നു, എന്നെ കൂടെ കൊണ്ടുപോയിരുന്നെങ്കിലെന്ന്. അത്രയ്ക്കും ഇഷ്ടമായിരുന്നു ആർക്കെന്നെ. ഒരായുസിന്റെ സുഖം തന്നു അവർ. വിധി അതിനെ തടുക്കാൻ ആർക്കാ കഴിയുക? ആ, വന്നോട്ടെ. വാ തള്ളേ. അവിടെ നിന്നാ മതി. ഭദ്ര,
ആ ബാഗും അതിലെ സാധനങ്ങളും ഇവിടെ വേണ്ട. വസ്ത്രങ്ങളാണ്. അതിവിടെ വേണ്ട. എന്നാൽ ഉം. വാടാ. അച്ഛമ്മ വരുന്നില്ല അച്ഛാ. അച്ഛമ്മ. വാടാ ഇങ്ങോട്ട്. പട്ടും തളികയും എടുത്തോളൂ. മാലയും വളയും കമ്മലൊന്നും ഇവിടെ വേണ്ട. അമ്മയെ മാത്രം മതി. അവനൊന്ന് തിരിഞ്ഞു പോലും നോക്കിയില്ല. നിങ്ങൾ കരുണയുള്ള മകനാണ്. എത്രയോ പേർ പളനി അടിവാരത്തും ഗുരുവായൂർ പടിഞ്ഞാറ് നടക്കിലും ആക്കി പോകുന്നുണ്ട്. നിങ്ങൾ അത് ചെയ്തില്ലല്ലോ. മോൻ ഇതൊന്നും കണ്ടു പഠിക്കരുത് കേട്ടോ. ഇനി പുഴക്കരയിലെ ബലിതർപ്പണം കൂടി കഴിഞ്ഞാൽ പുണ്യം സുഹൃതം.
ശാപം. അതെ, എനിക്ക് ബലിയിടണം. ഹേയ്, ഈ നേരത്ത് ഈ കോലത്തിലോ? അതിനിപ്പോ നേരും കോലൊന്നും നോക്കണ്ട. ആരാ? എത്ര നാളായി മരിച്ചിട്ട്? എന്താ നാളെ? ആള് മരിച്ചിട്ടില്ല. ഹേയ്, മരിക്കാത്ത ആൾക്ക് എങ്ങനെയാ ബലിയിടുക? മരിച്ചു എന്നങ്ങടെ വിചാരിക്കുക. ആ ചടങ്ങ് തീർക്കാലോ. അസംബന്ധം. മരിക്കാത്ത ആൾക്ക് ഞാൻ കർമ്മം ചെയ്യില്ല. അയ്യോ, എന്താ ചെയ്തത്? സ്വർണ്ണാണത്. 5 പവൻ. കുരുത്തല്ലാത്തവൻ. ഒന്നെടുത്തു തരുമോ? നിങ്ങൾക്ക് എടുത്തൂടെ? അടിയൊഴുക്കുണ്ട്. ഞാൻ ചുഴിയിൽപ്പെടും. ഞാനും ചുഴിയിൽപ്പെടും. അയ്യോ, താഴുന്നു. 5 പവൻ. എന്റെ 5 പവൻ. അയ്യോ, എന്റെ 5 പവൻ. കാലും മുഖം കഴുകി അകത്തേക്ക് പോയിക്കോളൂ. വെള്ളം അവിടെ ഉണ്ട്. ധനുമാസിലെ തിരുവാതിരയല്ല, കണ്ണങ്കാവ് ഭഗവത പ്രതിഷ്ഠാദിനാണ്. അതിൻ്റെ ആഘോഷ. ഗംഭീര കഥകളി, ഗംഭീര തിരുവാതിര കളിയുണ്ട്. കേമാണേ. ഏയ്, ഇന്ന് തന്നെ അവിടുത്തെ നറുക്കെടുപ്പും അധിപനാവാൻ. ഇനി 5 കൊല്ലം സുഖ. നറുക്ക് കൊണ്ടുവരൂ. ഇങ്ങോട്ട് നിന്നോളൂ. കർമ്മി എടുക്കുക. അമ്മ. അമ്മ മഠാധിപ ആയതിനു ശേഷം പിന്നീട് ആ മഠത്തിൽ പുതിയ അവകാശിക്ക് വേണ്ട നറുക്കെടുപ്പ് നടന്നില്ല. സ്നേഹനിധിയായ ആ അമ്മയുടെ കീഴിൽ അവിടെയുള്ള എല്ലാവരും ഒരുമയോടെ സന്തോഷത്തോടെ കഴിഞ്ഞുകൂടി.
പിന്നെ വളർത്തിയതല്ല അമ്മ. ഒരുപാട് സ്വത്തുണ്ടായിരുന്നു. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അമ്മയും പോയി. അത് സ്വത്തിന് വേണ്ടി അമ്മാവൻ കൊന്നതാണെന്നൊരു കേൾവിയുണ്ട്. അമ്മാവനെ ഉണ്ണിക്ക് എന്നും ദേഷ്യമായിരുന്നു. അതിന് കാരണമുണ്ട്. കാര്യസ്ഥനായിരുന്ന ബാപ്പുട്ടിക്ക് ഇല്ലവും സ്ഥലവും എഴുതി കൊടുത്തു. ബാപ്പുട്ടിയിൽ ഉണ്ണി സുരക്ഷിതനാകുമെന്ന് ആ അമ്മയ്ക്ക് തോന്നിയിട്ടുണ്ടാവും. എടോ കോന്തൻ നായരെ, ഉണ്ണിയില്ലാത്ത ഈ മഠം ഒരു മരണവീട് പോലെ ആയിരിക്കും. അമ്മേ ശ്രദ്ധിച്ച്. വേണ്ട ഭദ്ര, ഈ വടിക്കും ഒരാളുടെ ബല. എന്റെ ഉണ്ണി അവിടെയാ. ഉണ്ണി, ഇനി ഉണ്ണിക്ക് ഇല്ലത്തേക്ക് വരാ. വേളി കഴിക്കാനുള്ള പ്രായമല്ലോ, ജീവിക്കാനുള്ള വകയുണ്ട്. എല്ലാം ബാപ്പുട്ടിയുടെ ഉണ്ണിയുടെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ. ഏയ് ഇല്ല, എവിടേക്കുമില്ല. അമ്മയും ഭദ്രനും രാമനാരും ഒക്കെ വിട്ടിട്ട് എവിടേക്കുമില്ല. ഇല്ലത്ത് വന്ന എനിക്ക് അമ്മയെ ഓർമ്മ വരും. അമ്മാമ്മ അമ്മ തല്ലണത് ഓർമ്മ വരും. പിന്നെ ഉണ്ണിയല്ലാണ്ടാവും. ഇവിടെ ആവുമ്പോൾ എപ്പോഴേലും വരാൻ ഒരു ബാപ്പുട്ടി ഉണ്ടല്ലോ എനിക്കത് മതി. അത് മതി. എന്നാ ഞാൻ ഇറങ്ങാ. ബാപ്പുട്ടി, നിമിഷം, ഒരു സ്വകാര്യം പറയാണ്ട്. എന്താണ്? എനിക്കൊരു മോഹമുണ്ട്. എന്താ? വിഷു അല്ലേ വരുന്നത്? നമ്മുടെ പറമ്പില് കണിക്കൊന്നേ വെള്ളരിക്കാപ്പൂക്കളൊക്കെ ഉണ്ടാവുമല്ലോ. അതെ. അപ്പോൾ എനിക്ക് കണിക്കൊന്നയുടെ നിറമുള്ള വെള്ളരിക്കയുടെ കരയുള്ള ഒരു കുപ്പായം വേണം. മഞ്ഞ കുപ്പായം. നല്ല രസമായിരിക്കും. മഞ്ഞ കുപ്പായം. ഹായ്, മഞ്ഞ കുപ്പായം കൊണ്ടുവരണേ. അല്ലാ, ഇന്നലെ എല്ലാം കൊണ്ടും നല്ലൊരു ദിവസമായിരുന്നു. ആവൂ, ബോംബെയിലുള്ള ഒരാളുടെ വക ഗംഭീര സദ്യ. അതിനുശേഷം എല്ലാവരും കൂടി ഒരു കബഡി കളി. കബഡി 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 പൂട്ട്. കബഡി 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 കബഡി. എന്താ അപ്പ പിടിക്കണ്ടേ?
വയ്യാത്ത പോലെ ഞാൻ ഈ മടിയിലൊന്ന് കിടന്നോട്ടെ. ഉണ്ണി എന്താ എന്താ തിരുമേനി തിരുമേനി ഉണ്ണി ഉണ്ണി എന്റെ ഈ മടിയിൽ കിടന്ന ഉണ്ണി ബാബുട്ടി പടിഞ്ഞാറത്തൊടിയിലെ കൊന്നപ്പൂവും വെള്ളരിക്കുമായിട്ട് ഇനിയും വരണം. ഉണ്ണിയെ പോയിട്ടുള്ളൂ. ഉണ്ണി പോയില്ലല്ലോ, ഇവിടെ ഉണ്ട്. നമ്മളൊക്കെ വിട്ട് ഉണ്ണിക്ക് പോവാൻ കഴിയോ? കഴിയില്ല, ഉണ്ണിക്ക് പോവാൻ കഴിയില്ല. മേന്നെ ഇന്നലെയും നല്ല വാറായിരുന്നു അല്ലേ? അതൊന്നും പറയണ്ട എൻ്റെ മേന്നെ. അച്ഛനിറങ്ങാം. ഇത് മഠമല്ലേ? ഞങ്ങൾക്ക് US പോകണം. അപ്പോൾ അച്ഛനെ നോക്കാൻ ഇവിടെ ആരും ഉണ്ടാവില്ല. ഒരിക്കൽ അച്ഛമ്മയെ ഇങ്ങനെയല്ലേ അച്ഛൻ ഇവിടെ കൊണ്ടുവന്നാക്കിയത്? അതുകൊണ്ട് അച്ഛൻ ഇവിടെ താമസിച്ചാൽ മതി. ഏയ്, അത് പറ്റില്ല. അതൊക്കെ എന്റെയാ, എന്റെ. അതൊന്നും അച്ഛൻ്റെ അല്ല, എന്റെയാ. എന്റെ പേരില്. അപ്പൊ നീ ചതിച്ചു അല്ലേ? എന്താ അതിന്റെ മുന്നിൽ ഒരു കശപിശ? അച്ഛനവിടെ ആക്കാൻ വന്നതാ. മുന്നേ പറഞ്ഞിട്ടുണ്ടോ? എന്താ അവിടെ? ഒരാളുണ്ട്. ഭദ്രം പറഞ്ഞിരുന്നു മേന്നെ, വരാൻ പറയൂ. വന്നോളൂ. കുറച്ചു നേരമായി ഗേറ്റിനടുത്ത് ബഹളായിരുന്നു ഈ അച്ഛനും മകനും തമ്മിൽ. ബഹളം കൂട്ടാതെ ആരും ഇങ്ങോട്ട് വരില്ലല്ലോ മേന്നെ. അമ്മയ്ക്കെന്നെ അറിയില്ലേ? പൂന്തോട്ടത്തെ നാരായണൻ, അമ്മയുടെ മോൻ. ഒരുപാട് മക്കളുള്ള എനിക്ക് പൂന്തോട്ടത്തിൽ നാരായണനെ അറിയില്ല. അമ്മേ, ഞാൻ ശാന്തിമഠത്തിലെ അമ്മയാ. ഇവിടെയുള്ള ഭദ്രനും രാമനും മറ്റുള്ളവരും ഒക്കെ എന്റെ മക്കൾ തന്നെയാ. ഈ നിക്കണ മേനോനും എന്റെ മകൻ തന്നെയാ. അല്ല, അമ്മയ്ക്കൊരു മകനേ ഉള്ളൂ, ഈ ഞാൻ. ഒന്ന് പറഞ്ഞു കൊടുക്ക്. കൊണ്ടുവന്നത് അന്തേവാസിയാക്കാനല്ലേ? അതെ. ഇല്ല, ഞാൻ അവിടെ നിൽക്കില്ല. എനിക്ക് വീടുണ്ട്, സ്വത്തുണ്ട്. അച്ഛനായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ? അച്ഛമ്മയെ ചതിച്ചു നേടിയതല്ലേ എല്ലാം. മര്യാദക്ക് ഇവിടെ നിന്നില്ലെങ്കിൽ കയ്യും കാലും കെട്ടി കടലിൽ തളർത്തും ഞാൻ. അവൻ എന്നെ കൊല്ലൂത്രേ. നിങ്ങളുടെ വഴക്കിന് മധ്യസ്ഥത തീർക്കുന്ന സ്ഥലമല്ല ഇത്. പൂന്തോട്ടത്തിലെ കൃഷ്ണൻ നായരുടെയും ശാരദാമ്മയുടെയും മകനായിട്ടല്ല ഞാൻ നിന്നെ വിളിക്കുന്നത്. മഠത്തിലെ 18-ാമനായിട്ട് നിനക്ക് വരാം. അച്ഛമ്മ, ഒരിക്കൽ ഞാൻ അച്ഛനെ ഇവിടെ ഒന്ന് കൊണ്ടുപോകും.
അന്ന് അച്ഛമ്മയും കൂടി വേണം അച്ഛൻ്റെ കൂടെ. നാം എറിയുന്ന മാലിന്യങ്ങൾ പേറി ഒഴുകുന്ന പവിത്രമായ ഗംഗാനദി. എന്നിട്ടും നമ്മൾ ഗംഗാജലം പുണ്യതീർത്ഥമായി കരുതുന്നു. അതുപോലെ ഈ മാലിന്യ വസ്തുവിനെയും ഗംഗ എന്ന ഈ മഠം ഏറ്റെടുക്കുന്നു. എന്തിനാണെന്നറിയോ? നിന്നിലൂടെയും നന്മയുടെ പുണ്യതീർത്ഥം ഒഴുകാൻ. 10 മാസം പേറി നൊന്ത് പ്രസവിച്ചൊരമ്മയാണ്. ഒന്നും വെറുക്കാനാവില്ല. ഒക്കെ പൊറുക്കണം ഒരമ്മ. ഞാനും ഒരമ്മയാണ്. ഈ ശാന്തിമഠത്തിലെ അമ്മ, സമൂഹത്തിന്റെ അമ്മ.